പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ഈശോ മിശിഹായിൽ ഇത്രയും സ്നേഹം നിറഞ്ഞ എല്ലാവർക്കും പ്രിയങ്കരായ സജി, ലിനി, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ സുദിനമാണ് ഇന്ന്. സജിക്കും ലിനിക്കും ജീവിതത്തിലൊരിക്കലും മറക്കാനാവാത്ത സുദിനമാണ് ഇന്ന്. ദൈവം ഇവരെ തിരഞ്ഞെടുത്ത് ഒരു പുതിയ കുടുംബ ജീവിതത്തിന് ആരംഭം കുറിക്കുവാനായിട്ട് പ്രത്യേകം ആഗ്രഹിക്കുകയാണ്. ഇന്ന് വിവാഹമെന്ന ഉദാശ സ്വീകരിക്കുവാൻ പോകുന്ന നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ദൈവാനുഗ്രഹത്തോടുകൂടി ഒരു നല്ല ദാമ്പത്യ ജീവിതം ആരംഭിക്കുവാൻ, ആ ജീവിതം മനോഹരമായി ജീവിക്കുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും ആശംസകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ബലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി എത്രയും പ്രത്യേകമായിട്ട് അർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായിൽ ഇത്രയും സ്നേഹം നിറഞ്ഞ സജി, ലിനി, സ്നേഹം നിറഞ്ഞ എൻ്റെ മാതാപിതാക്കളെ, പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അനുഗ്രഹത്തിൻ്റെ ഒരു സുദിനമാണ് ഈ സെപ്റ്റംബർ മാസം 9-ാം തീയതി. സജിയും ലിനിയും ഇന്ന് ഈ പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ നിന്ന് ദൈവാനുഗ്രഹത്തോടുകൂടി അവരുടെ ദാമ്പത്യ ജീവിതം ആരംഭിക്കുകയാണ്. വിശുദ്ധ വിവാഹം എന്ന ഉദാശ സ്വീകരിക്കുവാൻ പോവുകയാണ്. അന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും രണ്ടുപേർക്കും എല്ലാവരുടെ പേരിൽ നേരുന്നു. അവർ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ആരാണ് ഉത്തമനായ ഭാര്യയെന്നും ആരാണ് ഉത്തമനായ ഭർത്താവെന്നും ദൈവവചനം പഠിപ്പിക്കുന്നു. നമ്മൾ സുഭാഷിതങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, വളരെ രസകരമാണ്. ഉത്തമയായ ഭാര്യ കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ എന്നാണ് വചനം പറയുന്നത്. ഉത്തമയായ ഭാര്യ കണ്ടെത്തുന്നവന്റെ ജീവിതം ഐശ്വര്യപൂർണ്ണമായിരിക്കും. ഉത്തമയായ ഭാര്യ അമൂല്യമായ രക്തങ്ങളെക്കാൾ വിലയുള്ളതാണ്. നമുക്കറിയാം, രക്തമൊക്കെ കഴിക്കുന്നത് ഏറ്റവും വലിയ സമ്പന്നനാണ്. പക്ഷെ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു
പ്രാർത്ഥിക്കുന്നു അവരെയൊക്കെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിങ്ങൾ ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ദൈവം അവിടെ നിങ്ങളുടെ മുകളിൽ അനുഗ്രഹമായി ഉണ്ടാകുമെന്നാണ് ദൈവം പഠിപ്പിക്കുക. സ്നേഹം സജീവിനി, നിങ്ങളിന്ന് സുന്ദരമായ ജീവിതം ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മാതൃകയുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ പലവിധമായ ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളെ നോക്കുക. അവര് കഷ്ടപ്പെട്ട് നിങ്ങളെയൊക്കെ വളർത്തി വലുതാക്കി ഇന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് നിങ്ങളെ നയിച്ചു. അപ്പൊ അവരുടെ കഷ്ടപ്പാടുകളുടെ അധ്വാനത്തിന്റെ കുറെ മാതൃകകൾ നിങ്ങൾക്ക് മുൻപിലുണ്ട്. അത് കണ്ടുകൊണ്ട് നിങ്ങൾ യാത്ര തുടരുക. നിങ്ങളുടെ നല്ലവരായ മാതാപിതാക്കളുടെ നന്മകളെ പിന്തുടർന്നുകൊണ്ട് യാത്ര ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബലം ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കല്ല. നിങ്ങൾ ഒറ്റ ശരീരമായി തീരുമ്പോൾ നിങ്ങളുടെ കൂടെ കർത്താവുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യത്തോടുകൂടെയുണ്ട്. ഇന്ന് ഈ സന്തോഷവും ഈ ആഘോഷങ്ങളും ഈ ഫോട്ടോയും വീഡിയോയും മനോഹരമായ പൂക്കളും അലങ്കാരങ്ങളും സദ്യയും ഒക്കെ സന്തോഷത്തിന്റെ ഭാഗമാണ്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചിലപ്പോൾ സങ്കടങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ അതിനിടയിലും നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക. ഇന്ന് നിങ്ങൾ ഈ അത്താഴം മുമ്പിൽ നിന്ന് ഒരു ഉടമ്പടി ചെയ്തു. സന്തോഷത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഒക്കെ ഒന്നിച്ച് ജീവിക്കാമെന്ന് നിങ്ങൾ ഉടമ്പടി എടുക്കുന്നു. അത് പാലിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യന്റെ സൗന്ദര്യമൊക്കെ എന്നും ഉണ്ടാവുകയില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സൗന്ദര്യമൊക്കെ നഷ്ടമാണ്. മനുഷ്യന്റെ ആരോഗ്യം എന്നും ഉണ്ടാവുകയില്ല. ചിലപ്പോൾ നമ്മൾ രോഗികളൊക്കെ ആയിട്ട് മാറാം. അപ്പോഴും നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ, ചേർത്ത് നിർത്താൻ കഴിയുമെങ്കിൽ അതാണ് നിങ്ങളുടെ ഈ ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയമെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എടുക്കുന്ന ഉടമ്പടി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയൊക്കെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, ഒരുമിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സർവശക്തനായ ദൈവം ഇന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ദൈവം ആദ്യം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ശൂന്യതയിൽ നിന്നാണ്, ഒന്നുമില്ലായ്മയിൽ നിന്നാണ്, വട്ടപൂജ്യത്തിൽ നിന്നാണ് ദൈവം അതെല്ലാം ക്രമീകരിച്ചത്. ശൂന്യമായിരുന്നല്ല, അവിടെ ദൈവം എല്ലാം ക്രമീകരിച്ചു. സർവ്വജീവജാലങ്ങളെ സൃഷ്ടിച്ചു, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, സൂര്യനെ ചന്ദ്രനെ സൃഷ്ടിച്ചു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോ ദൈവം ശൂന്യതയിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ്, ചലിക്കുന്ന ആത്മാവ് എല്ലാത്തിനെയും ക്രമപ്പെടുത്തിയെന്നാണ് നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വായിച്ചത്. ഒന്നുമില്ലായെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് എല്ലാത്തിനെയും ക്രമപ്പെടുത്തി. ഇന്ന് ഈ അത്താഴത്തിൽ നിന്ന് ഒരു പുതിയ വൈവാഹിക ജീവിതം ആരംഭിക്കുമ്പോൾ സജിയുടെയും ലിനിയുടെയും ഹൃദയത്തിലേക്ക് ദൈവം അതേ പരിശുദ്ധാത്മാവ്, ആദ്യം സൃഷ്ടികർമ്മ നടത്തിയ അതേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ രണ്ടുപേരുടെ ഹൃദയത്തിൽ സ്നേഹം നിറച്ചിരിക്കും.
നിൻ സവിധേ സ്വീകരിച്ചിടു നീ ഞങ്ങളെ സ്വീകരിച്ചിടു നീ
ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. കൃപയോലുമേകനാമം പരിപൂജ്യമായിടേണം, തിരുവിഷ്ടമെന്നുമിവിടെ പ്രിയമാകണം, നിറവേറണം. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. വചനം കേൾക്കാൻ യേശുവിന്റെ ചാരി മക്കളൊന്നു ചേരാം, അണിയായി നാം അണിയണിയായൊന്നു ചേർന്നിടാം. യേശുവിന്റെ ചാരി മക്കളൊന്നു ചേരാം, അണിയായി നാം അണിയണിയായൊന്നു ചേർന്നിടാം. ചിലും 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 ദിം 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 താനെ, ചിലും 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 ദിം 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 താനെ. ചേരാം ചേരാം അണി ചേർന്നിടാം, പോകാം പോകാം വചനം കേൾക്കാം.